നമ്മുടെ ടെറസിന്റെ മുകളിലുള്ള ഷമാമിന്റെ കൃഷി പകുതി വിജയിച്ചിട്ടുണ്ട്. നമ്മളെ പരീക്ഷണം പകുതി വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ആകെ ഇത് നട്ടിട്ട് ഏകദേശം 2 മാസം സമയമായിട്ടുണ്ടാവുള്ളൂ. പരമാവധി പോയാലും 2-2.5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കായ വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം, ഇതില് ഓരോ ഇലയുടെ കെണിപ്പിലും പൂക്കളാണ്. ആകെ നമുക്ക് ഇത്ര വലിപ്പത്തിൽ മാത്രമേ നമുക്ക് വള്ളി ഉണ്ടായിട്ടുള്ളൂ. ഇത്രയേ നമുക്ക് വള്ളി ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ഓരോ കെണിപ്പിലും നോക്കിയാലും നമുക്ക് പൂ വിരിഞ്ഞു, അതുപോലെ തന്നെ കായ വിരിഞ്ഞത് കാണാം. നമുക്കിതാ കായ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കായ കണ്ടിട്ടില്ലായിരുന്നു, എന്തോ കടിച്ചു പോയിട്ടുണ്ട്. ഇതാ ഈ വലിപ്പമായിട്ടുണ്ട്, ഇത്ര വലിപ്പമായിട്ടുണ്ട്. ഞാനതിങ്ങനെ ഒരു ചാക്ക് വെച്ച് പൊത്തി പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളെ ടെറസിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് നട്ടതാണ് കേട്ടോ. എല്ലാ കെണിപ്പിലും പൂവും അതുപോലെ തന്നെ കായ ഉണ്ടാവുകയാണ്. അപ്പൊ അത് നമുക്ക് സംരക്ഷിച്ചാൽ ഇവിടെയൊക്കെ ഫുള്ള് കായയും പോവും, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്കിത് വിജയിക്കും. ഇത് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഷമാമിന്റെ കുരു എടുത്തിട്ട് നമ്മൾ നട്ട് ഒരു പരീക്ഷണം നടത്തിയതാണ്. അപ്പൊ ഇത്രയും സ്ഥലത്ത് ഇവിടെ ഒരു കായ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു കായ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അപ്പൊ എല്ലാവരും ഇതുപോലെയുള്ള നമ്മളെ ഷമാമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്ത് കായ വാങ്ങിക്കൊണ്ടുവന്നാലും അതിന്റെ കുരു കൊണ്ട് കളയുന്നതിന് പകരം ഇതുപോലെ ഇതാണ്ടോ ഈ ഇതിപ്പോ ഡ്രമ്മ് നമ്മൾ നടു കട്ട് ചെയ്തിട്ട് അതിൽ ടെറസിന്റെ മുകളിൽ നട്ടതാണ്. അപ്പൊ ഇതുപോലെ ഒരു പരീക്ഷണം നമുക്ക് നടത്തി നോക്കുക. ഉണ്ടായാൽ നമുക്ക് ലാഭം, നമുക്ക് ഒരു നഷ്ടവുമില്ല. നമുക്ക് ആ ഒരു വലിച്ച കുരുവിൽ നിന്ന് നമുക്കൊരു കായ കിട്ടി, അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് ലാഭം തന്നെയല്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ പരീക്ഷിച്ചു നോക്കുക. പരീക്ഷണങ്ങൾ വിജയിക്കട്ടെ. താങ്ക് യു.